ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം കുടുംബ സംവേദനം. ഇന്ന് 558 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. 558 എപ്പിസോഡ്. ബൈബിളിലെ സൃഷ്ടി വിവരണ പ്രകാരം സംവേദനത്തിൻ്റെ പ്രാരംഭം ദൈവത്തിൽ നിന്നുമാണ്. ദൈവാത്മാവിൻ്റെ പരിവർത്തനം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ആദിയിൽ കേൾക്കപ്പെട്ട വചനം ദൈവീകമാണ്, അത് ചലനാത്മകവും ജീവൻ പകരുന്നതുമായിരുന്നു. സംവേദനം താതാത്മ്യപ്പെടലാണ്, പൊരുത്തപ്പെടുന്നതും കൂട്ടായ്മ സൃഷ്ടിക്കുന്നതുമാണ്. വ്യക്തികൾ തമ്മിലുള്ള പൊതുവായ ഐക്യമാണ് സംവേദനം. ഇത് ആശയവിനിമയം മാത്രമല്ല, പരസ്പര പൊരുത്തപ്പെടുന്നതും ഏകീഭവിക്കുന്നതും താതാത്മ്യപ്പെടുന്നതുമായ തലമാണ് ഉൾക്കൊള്ളുന്നത്. സംവേദന പ്രക്രിയയിൽ പരസ്പരം മനസ്സിലാക്കുന്നതിന് ഭാഷ മാത്രം പോരാ, സമഗ്രമായ സഹൃദയത്വം ഉണ്ടാകണം. പരസ്പരം മനസ്സിലാക്കി പൊരുത്തവും പൊതു ഐക്യവും സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് സംവേദനം. സന്ദേശം പരസ്പരം സ്വീകരിക്കുന്നത് സഹൃദയത്വമുള്ളപ്പോൾ സംഭവിക്കുന്ന സാമൂഹിക പ്രക്രിയയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കുടുംബ സംവേദനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരും പരസ്പരം ബഹുമാനിക്കുന്നവരും ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ആ ബഹുമാനം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുകയും ഭക്തിഗാനങ്ങൾ ഹൃദയത്തിൽ തട്ടി പാടുകയും ചെയ്യണം. കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം. കുടുംബ പ്രാർത്ഥന ഉണ്ടായെങ്കിൽ മാത്രമേ ആ ഭവനത്തിൽ കുടുംബ സംവേദനം ഉണ്ടാകുകയുള്ളൂ എന്ന് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അർത്ഥപൂർണമായ സന്ദേശം ഒരാൾ മറ്റൊരാളിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നതും പരസ്പരം മനസ്സിലാക്കുന്നതുമാണ് ഫലപ്രദമായ സംവേദനത്തിൻ്റെ ഏറ്റവും വലിയ തലം. ഇത് വാമൊഴിയായും പരമൊഴിയായും ഭാവമൊഴിയായും പങ്കിടുന്നു. ഇപ്പോൾ നവീന സങ്കേതങ്ങളും മാധ്യമങ്ങളും സംവേദനം ഫലപ്രദമാക്കുന്നതായി അവകാശപ്പെടുന്നു. സമഗ്രമായ സംവേദനത്തിന്റെ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും പങ്കിടുകയും മാത്രമല്ല, മനുഷ്യബന്ധങ്ങൾ സൃഷ്ടിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതൊരു അനുഭവമായി തീരുന്നു. വാക്കുകൾക്കും ഭാവങ്ങൾക്കുമപ്പുറം സമ്പൂർണമായ വ്യക്തിത്വം തന്നെ വിനിമയം ചെയ്യുന്നതായി നമുക്ക് എവർക്കും അറിയാം. കുടുംബത്തിൽ ഫലപ്രദമായ സംവേദനത്തിൻ്റെ അപര്യാപ്തത നിരവധി സങ്കീർണതകൾ സൃഷ്ടിക്കുന്നു. ആരോഗ്യകരമായ സംവേദനം കുടുംബത്തിൽ ജീവിതത്തെ ആഹ്ലാദകരമാക്കുന്നു. പരസ്പര വിശ്വാസവും ആദരവും സഹാനുഭൂതിയും ശ്രദ്ധയും ഉണ്ടാകണമെന്ന് മാത്രം. എന്നാൽ കുടുംബങ്ങളിൽ സംഭാഷണവും ആഹ്ലാദകരമായ അനുഭവങ്ങളും സംഭാഷണങ്ങളും വിസ്മൃതമാകുന്നു. മുൻവിധി, കടുത്ത വിമർശനം, ഭീഷണി, പരിഹാസം, ബോധപൂർവമായ മൗനം, സ്വാർത്ഥ ലക്ഷ്യം, സുഖമോഹം എന്നിവ എല്ലാം സംവേദന തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. മുറിപ്പെടുത്തുന്ന വാക്കുകളും പ്രയോഗങ്ങളും കുടുംബ ബന്ധത്തിന് ആജീവനാന്ത ശത്രുത്വം പ്രദാനം ചെയ്യുന്നു. ഹൃദയപൂർവമായ സംഭാഷണ ശൈലികളും പ്രായോഗിക രീതികളും കുടുംബ സംഭാഷണങ്ങളിൽ അന്യമാകുന്നു. കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും തമ്മിലുള്ള നൈസർഗികമായ സംഭാഷണങ്ങളും പൊട്ടിച്ചിരികളും നഷ്ടപ്പെടുന്നു. ശ്രദ്ധിച്ച് കേൾക്കുന്നവർ ശണ്ട ഉണ്ടാക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല. കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക, തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ പ്രകൃതം ദാമ്പത്യം ബന്ധനമോ ആക്കി തീർക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു എന്ന് ഡോക്ടർ PM മാത്യു വെല്ലൂർ പറയുന്നു. സാമൂഹിക മാധ്യമങ്ങൾ ശക്തിപ്പെട്ടതോടെ ഭവനങ്ങളിൽ വ്യക്തിബന്ധങ്ങൾ അതിലോലമായി തുറന്ന സംഭാഷണവും സമീപനവും അകന്നു. ഒറ്റപ്പെട്ട ദ്വീപുകളായി തീർന്ന കുടുംബാംഗങ്ങൾ. വലിയ വീടും ആധുനിക സൗകര്യങ്ങളും സാമൂഹിക മാധ്യമ സംവിധാനങ്ങളും അനവധി ഉണ്ടെങ്കിലും നഷ്ടപ്പെടുന്നത് കുടുംബ സംവേദനത്തിൻ്റെ ഹൃദയതാളമാണ്. കുടുംബത്തിൽ അകത്തളങ്ങളിൽ വ്യക്തിബന്ധങ്ങൾ ദൃഢമാക്കപ്പെടണം. പരസ്പരം അംഗീകരിക്കുവാനും പൊരുത്തപ്പെടുവാനുമുള്ള സന്മനസ്സും സാഹചര്യവും ഉണ്ടാകണം. വ്യക്തിബന്ധങ്ങളും
കുടുംബ ജീവിതവും നാം ഒന്നിച്ച് സംയോജിപ്പിച്ച് നോക്കുമ്പോൾ ആണ് സ്നേഹ കൂട്ടായ്മ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ അത് സംഭവിക്കുന്നില്ല എങ്കിലാണ് അതായത് കുടുംബ സംവേദനം ഇല്ലാതെ പോകുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കുടുംബത്തിൽ വിജ്ഞാന വിനിമയത്തിൻ്റെ തത്വങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സംവേദന ശൈലിയല്ല രൂപപ്പെടേണ്ടത്. ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സംവേദനം വളരണം. ഹൃദയ നൈർമല്യം വെളിപ്പെടുത്തുന്ന വാക്കുകളും ഭാവങ്ങളുമാണ് പങ്കിടേണ്ടത് എന്ന് നമുക്ക് എവർക്കും അറിയാം. ഫലപ്രദമായ സംവേദനത്തിൻ്റെ പഠനവും ആരംഭിക്കേണ്ടത് കുടുംബത്തിലാണ്. വിശുദ്ധവും അനുഗ്രഹീതവുമായ കുടുംബ സംവേദനത്തിൻ്റെ ഉജ്ജ്വല പാഠശാലയാവണം ഭവനം. അമ്മയാണ് കുടുംബ സംവേദനത്തിൻ്റെ ആദ്യ ഗുരു. ഓരോ വ്യക്തിയെയും ഉത്തമ വിശ്വാസിയും പൗരനുമാക്കി സ്നേഹത്തിലും നീതിയിലും സാമൂഹിക പ്രതിബദ്ധതയിലും വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള സാക്ഷ്യപാഠങ്ങളാണ് കുടുംബ സംവേദനത്തിൻ്റെ അടിത്തറ. സഭയുടെ ചെറു പതിപ്പുകളായി തീരുന്ന വിശുദ്ധിയുടെ വിചാരകന്മാർ സത്യത്തിൻ്റെയും നീതിയുടെയും കാരുണ്യത്തിൻ്റെയും ബോധനം പങ്കിടണം. സത്യത്തോടെ സംസാരിക്കുകയും വിനയത്തോടെ ശ്രദ്ധിക്കുകയും നീതിപൂർവം പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുടുംബ സംവേദന ശൈലികൾ യാഥാർത്ഥ്യമാക്കണമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൗതിക മൂല്യങ്ങളോടുള്ള പ്രതിപത്തി, മദ്യമയക്കുമരുന്നുകളുടെ അമിത ഉപയോഗം, വിവിധങ്ങളായ സ്വഭാവ വൈകൃതങ്ങൾ, ടെക്നോളജിയോടുള്ള ആഭിമുഖ്യം, ഉപഭോഗ സംസ്കാരത്തിൻ്റെ ആസക്തി, ദാമ്പത്യ ബന്ധങ്ങളിലെ അപസ്വരം, കുടുംബങ്ങൾ തമ്മിലുള്ള കലഹം, ശത്രുത, വ്യവഹാരം എന്നിവ എല്ലാം കുടുംബ സംവേദനം വികൃതമാക്കുന്നു. അതിശക്തമായ കുടുംബ നവീകരണ ധ്യാനങ്ങളും കുടുംബ കൗൺസിലിംഗ് പ്രബോധനങ്ങളും വിവിധങ്ങളായ കുടുംബ വിശുദ്ധീകരണ യജ്ഞങ്ങളും സഭകളിൽ ശക്തമാക്കിയിട്ടുണ്ട് എങ്കിൽ തന്നെയും അനവധി കുടുംബങ്ങൾ അനുദിനം തകർന്നു വീഴുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥനയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങളായി തീരുന്നിടത്ത് ആകൽക്കർസായുടെ ആവാസം ഉണ്ടായി കഴിയുമ്പോൾ അവിടെ കുടുംബ സംവേദനം ഉണ്ടാവാതെ വരും എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അറിഞ്ഞുകൊണ്ടും അറിയാതെ നാം ആകൽക്കർസായുടെ കൺട്രോളിലാകുന്നതിനാലാണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. ആയതിനാൽ കുടുംബ സംവേദനം വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി നാം യാമപ്രാർത്ഥനകൾ മുഴുവനാക്കുകയും അതോടൊപ്പം തന്നെ സൽപ്രവൃത്തികൾ ചെയ്യുകയും പരസ്പര ധാരണ ഉണ്ടാക്കുകയും കുടുംബ പ്രാർത്ഥന നടത്തുകയും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബ സംവേദനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.